വിഷയത്തിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി, തുണി പൊക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാന്ന് നോക്കിയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതെ, അപ്പൊ അത് വരുമ്പോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമുണ്ട്, ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ എവിടെയാ ഇസ്ലാം ഭീകരത പഠിപ്പിക്കുന്നത്? എവിടെ ഇസ്ലാം ഭീകരത പഠിപ്പിക്കുന്നില്ല. ഇവിടെ സംസാരിച്ചു, നമ്മുടെ സ്പീക്കർ സംസാരിച്ചു, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇസ്ലാം എവിടെയും ഭീകരത പഠിപ്പിക്കുന്നില്ല. എവിടെയോ ഭീകരത പഠിപ്പിക്കുന്നത്? ആര് പറഞ്ഞു കഴുത്തറുത്ത് കൊല്ലാണെന്നും? ആര് പറയുന്നു ബോംബ് വെക്കാൻ? ആര് പറയുന്നു പ്രശ്നം ഉണ്ടാക്കാൻ? ഇതൊന്നുമില്ല. നമ്മുടെ മേലിത് കെട്ടിച്ചമച്ചു. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ദാടിയും തൊപ്പിയും മുസ്ലിം പേരുള്ളവരെല്ലാം മുസ്ലിമാണെന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെയാണ് ആ മുസ്ലിമീങ്ങൾ ധരിച്ചു പോകുന്നത്. അതാണ് ഇവിടെ വിഷയം വന്നത്. ഏറ്റവും വലിയ വിഷയത താടിയുള്ളവനും തൊപ്പിയുള്ളവനും നമ്മൾ ഇസ്ലാമിൽ അംഗീകരിക്കാത്ത എത്രയോ പേരുണ്ട്. ഇപ്പൊ ഷിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കൂല. ഇറാനിൽ ഇറാഖിലൊക്കെ അവർ കൂടുതലാണ്. ഞങ്ങൾ അംഗീകരിക്കില്ല, മുസ്ലിമായിട്ട് അംഗീകരിക്കില്ല. കാദിയാനികളുണ്ട്, അവർ വലിയ തലയെക്കെട്ടൊക്കെ വെച്ച് വലിയ ദാടിയൊക്കെ വെച്ച് കാണാൻ നല്ല നെഞ്ചുള്ളവരാണ്. വലിയ ഈമാന്റെ പവർ മുഖത്ത് നിന്ന് ഇങ്ങനെ പ്രകാശിക്കും. ഇതൊന്നും നമ്മൾ മുസ്ലിമീങ്ങൾ അംഗീകരിക്കൂല, മുസ്ലിമായിട്ട് അംഗീകരിക്കൂല. അവരുടെയും പേര് മുസ്ലിമിന്റെ പേരാണ്, അവരുടെയും പേര് മുസൽമാന്റെ പേരാണ്. പക്ഷെ ഇതൊന്നും ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഏതാണ് ഈ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്, ഏതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്, മുശ്രിക്കുകളാണ്, കുഫാർ, ഇതൊന്നും അവർക്കറിയില്ല. നോക്കുമ്പോ ഒരു ദാടിയും തലപ്പാവും വെച്ചൊരുത്ത ഒരുത്തരം പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, വീഡിയോ എടുക്കുന്നു, കൊടുത്തു. ബാക്കിയുള്ളവരൊക്കെ ചോറങ്ങ് തലയ്ക്ക് കണ്ടാവും കാണിക്കുന്ന ക്രൂരത. ഒരിക്കലും നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ ഒരു ആടിനെ ചെവിക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടണോ അതെ ആടിന്റെ ചെവിയിൽ നിന്ന് ആ ആടിനെ നീ അറക്കുന്നുവെങ്കിൽ മാന്യമായിട്ട് കൊണ്ടുവന്ന് അറക്ക്. അതിനെങ്ങനെ വലിച്ചടിച്ചു കൊണ്ടുവരാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതാണ് പഠിപ്പിച്ച മതം ഇസ്ലാം. ഇസ്ലാം പഠിപ്പിച്ച മതം അതാണ്. അതല്ല ഇസ്ലാം ആരെയും വേദനിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ആരെയും കൊല്ലാനോ കൊലക്ക് കൊടുക്കാനോ കൊല്ലുവപ്പെടുത്താനോ. അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. ഇസ്ലാമിലേക്ക് പഠിച്ച് ജനങ്ങൾ ഇതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് മറുമരുന്നാണ് ഈ IS പോലുള്ള ഒരു സംഘടന. മുസ്ലിമീങ്ങളൊക്കെ ഭീകരന്മാരാണ് ചിത്രീകരിക്കാൻ. ഒരിക്കലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. യുദ്ധമുഖത്ത് പോലും പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു, വൃദ്ധന്മാരെ, കുട്ടികളെ നിങ്ങളൊന്നും ചെയ്യരുത്. യുദ്ധമുഖത്തിൽ നമ്മളോടൊപ്പം യുദ്ധം ചെയ്യുന്ന യുവാക്കളോട് മാത്രമായിരിക്കണം നമ്മുടെ യുദ്ധം. അതല്ലാതെ കണ്ട് വൃദ്ധന്മാരെയോ കുട്ടികളെയോ വൃദ്ധകളെയോ തൊട്ടുപോകരുത്. ഇസ്ലാം പഠിപ്പിച്ച ശൈലി അതാണ്. നബിയും സഹാബത്തും നടന്നു പോകുമ്പോ ഒരു പട്ടി പ്രസവിച്ചു കിടക്കുന്നു. പട്ടി, ആ പട്ടിക്കുഞ്ഞിന് വേണ്ടിയിട്ട് സംരക്ഷണത്തിന് അല്ലാഹുവിന്റെ റസൂല് 2 സഹാബാക്കളെ അവിടെ ഏൽപ്പിച്ചു. അവിടെ നിൽക്കണം ആ പട്ടിക്കുഞ്ഞിന്റെ സംരക്ഷണത്തിന്, നായ്ക്കുട്ടിയുടെ സംരക്ഷണത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച മാതൃകയാണ്. നായയുടെ സംരക്ഷണത്തിന്, പട്ടിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഏൽപ്പിച്ചു അവിടെ നിൽക്കണം. ആ പട്ടിക്കുഞ്ഞിന്, ആ കുഞ്ഞിന്, അതിന്റെ നായ്ക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം. മനസ്സിലായില്ലേ? ബഹുമാനമുള്ള സഹോദരൻ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് അതാണ്. ഇന്നിപ്പം ബാങ്ക് വിളിക്കുന്നത് ഇപ്പൊ നായുടെ കുറെ പോലെയൊക്കെ അനുഭവപ്പെടുന്നു എന്നൊക്കെ പത്രത്തിലൊക്കെ വായിച്ചു കണ്ടു. നമ്മൾ ആരെയും വിമർശിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ പുരാതന ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ ബാങ്കിനെ കളിയാക്കിയിരുന്നു. അത് ഇസ്ലാമിന്റെ വിരോധികൾ അങ്ങനെയാണല്ലോ, കളിയാക്കിക്കൊണ്ടേയിരിക്കും. അത് പഠിക്കാത്തതിന്റെ പേരിലാണ്, മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. ബാങ്ക് ഒരിക്കലും ലോകത്തിന്റെ സമാധാനമാണ്. ബാങ്ക് ഒരിക്കലും ആരെയും ഭീഷണിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ അതിനകത്ത് ഒന്നും പഠിപ്പിക്കുന്നില്ല. അതിനകത്ത് വരുന്നതെല്ലാം നല്ല വാക്കുകളാണ്. അല്ലാഹു വലിയവനാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നമസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ. ഉറക്കിനേക്കാൾ ശ്രേഷ്ഠം നമസ്കാരമാണ്. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. അവനല്ലാതെ ഒരു ഇലാഹില്ല. അത്രേ ഉള്ളൂ. ഇതിലെന്താ വിഷമോ? ഇതിലിപ്പോ വല്ല പ്രയാസം ഉണ്ടോ? ഇതിനകത്ത് ഒരു വിഷമോ ഒരു പ്രയാസവും പെടേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്ത് ഹിന്ദുക്കളെ പോലും ക്രിസ്ത്യാനികളെ പോലും ബാങ്ക് വിളിക്കുമ്പോൾ അവരുടെ പ്രഭാഷണങ്ങൾ നമ്മുടെ പിള്ളസാർ അടക്കം നിർത്തിയിട്ടുണ്ട്. പ്രഭാഷണം ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിർത്തും പ്രഭാഷണം. ആരും പറയില്ല ബാങ്ക് വിളിക്കുന്നത്, അവര് തന്നെ നിർത്തുന്നതാ. പിന്നെ ആര് പറയിച്ചു, ആരെ കൊണ്ട് പറയിച്ചു, അല്ലാഹു എന്തിനു പറഞ്ഞു എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അതൊരു തീവ്രവാദം ഉണ്ടാക്കി, ഒരു മതവിദ്വേഷം ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. ഒരിക്കലും അതിന് നമ്മൾ തയ്യാറാകരുത്. നമുക്ക് എല്ലാ പാർട്ടികളെയും നമുക്ക് ആവശ്യമാണ്. എല്ലാ വലതും ഇടതും നടുക്കുള്ളതും എല്ലാത്തിനും നമുക്ക് ആവശ്യമാണ്.
നമുക്ക് നന്മ ചെയ്യുന്ന പാർട്ടികളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഈ മതവിദ്വേഷം ഉണ്ടാക്കി പാർട്ടിസം പിടിക്കാനും ഒരു ഗ്രൂപ്പിസം പിടിക്കാനും വോട്ട് മേടിക്കാനും അതിനുവേണ്ടി നമ്മൾ ആരും തയ്യാറാക്കാൻ പാടില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കും. ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? ഇസ്ലാം എല്ലാം ന്യായവും നീതിയും മാന്യതയുമാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു തീവ്രവാദത്തിൽ ഒരു വാക്കത്തിനകത്ത് ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, പഠിക്കാത്ത കൊണ്ടാണ്. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ എല്ലാവരും മെസ്സേജ് കൈമാറുന്നത് എന്താണ്? നിനക്ക് സമാധാനം, നിനക്ക് സന്തോഷം, നിനക്ക് സന്തോഷം, നിനക്ക് ഉണ്ടാകട്ടെ. വഅലൈക്കും അസ്സലാം, നിനക്കും തദൈവ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാണ്. നിസ്കാരത്തിലോ 5 നേര നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. 5 നേര നമസ്കാരത്തിന് ശേഷം ലോകത്തിന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതം ഇസ്ലാമാണ്. 5 നേര നമസ്കാരത്തിന് ശേഷം ലോക സമാധാനത്തിന് പ്രവർത്തിക്കാൻ ഹയ്യലാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളെ നീ സമാധാനത്തോടെ ജീവിപ്പിക്കണമേ അല്ലാഹ്. നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സമാധാനം, ശാന്തി, സൗഖ്യം, സന്തോഷം, സഹിഷ്ണുത, സഹവർത്തിത്വം, സഹാനുഭൂതി. ഇത് പറഞ്ഞിട്ടാണ് നിസ്കാരം പോലും പൂർത്തിയാക്കുന്നത്. ഇതാ ഇസ്ലാം. ഇവിടെ തീവ്രവാദം ഉണ്ടാക്കുന്നുണ്ടോ? കഴുത്തോർക്കാൻ പോകുന്നത് അത് കണ്ടിട്ട് നമ്മൾ ഇസ്ലാമിനെ പഠിക്കാൻ നിൽക്കല്ലേ? ഒരിക്കലും അങ്ങനെയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അമുസ്ലിം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാമിനെ പഠിക്കാൻ, മനസ്സിലാക്കി ഞങ്ങളുടെ അവസ്ഥകളെ പഠിക്കും. ഞങ്ങളിപ്പോ എത്രയോ വാദം പറയുന്നു. ഇന്നലെ ഞാൻ ഒക്കെ വാദം നടന്നു, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വാദം നടന്നു. ഈ വാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ആദർശങ്ങളെ കുറിച്ചും ആത്മീയമായ ജ്ഞാനം നുകർന്നു കൊടുക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നത്. അതല്ലാതെ പരസ്പരം കൊല്ലാനോ കൊള്ളിവെപ്പിക്കാനോ ഒന്നുമല്ല, തമ്മിലടിപ്പിക്കാനൊന്നുമല്ല. നമുക്കിവിടെ എല്ലാവരുടെയും സഹകരണമാണ് വേണ്ടത്. നമുക്കതാണ് ആവശ്യം. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും ഒക്കെ സഹകരണം നമുക്ക് ഉണ്ടാകണം. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പണിയെടുക്കാൻ വരുന്ന പണിക്കാർക്ക് ഹിന്ദുക്കളാണ്, മുസ്ലിം സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. അവരെയൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളല്ലേ ഉള്ളത്. അവരൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഇപ്പോ പണിയെടുക്കാൻ നമ്മളെന്ത് ചെയ്യും? നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനമുള്ള സഹോദരൻ, ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് ആരെയും കഴുത്തറിയാം. അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം വന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോയതാണ്. യഹ്യാ നബി അലൈഹി സ്വലാത്തു, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് ഐന ഷഹീദ് ഇബ്നു ഷഹീദ്. എവിടെ ഷഹീദിന്റെ മകൻ? ഷഹീദ് എവിടെ? അദ്ദേഹത്തെ കുറിച്ചാണ് നിങ്ങൾ പരാമർശിക്കാത്തത്. ഷഹീദിന്റെ മകൻ, ഷഹീദിനെ കുറിച്ച് നിങ്ങൾ എന്താ പരാമർശിക്കാത്തത്? യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാന യഹ്യാ ഇബ്നു സക്കരിയ ലാ യഖറബു നിസാ. ഒരു പെണ്ണിനെ സമീപിക്കുകയില്ല, ഒരു പെണ്ണിന്റെ അരികിലേക്ക് വരികയില്ല. വലാ യസ്തഹി, ആ പെണ്ണിനെ മോഹിക്കുക പോലും ചെയ്യുകയില്ല. വകാന ശാബ, ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് യഹ്യാ. ഹസനൽ വജ്ഹി, മുഖപ്രസന്നതയുള്ള വ്യക്തിയാണ് യഹ്യാ. നല്ല രസ കാണാൻ. ലയ്യിനൽ ജാനിദനാഹി, പാർശ്വങ്ങളെ മാർദ്ദവത്വം തുളുമ്പുന്നതാണ്. റഖീഖ സൗത്ത്, മൃദുലമായ ഭാഷണമാ, മധുര ഭാഷണമാണ് മഹാനായ യഹ്യാ നബിക്ക്. ഖലീല ശൈരി, മുടി കുറഞ്ഞവനാണ്. ഖസീറൽ അസാബിഇ, വിരലുകളെല്ലാം ചെറിയ വിരലുകളെല്ലാം ചെറിയ സൗന്ദര്യമുള്ളവയാണ്. ബഹുമാനപ്പെട്ട സക്കരിയ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ചെറിയ തലമുടി, ചെറിയ വിരലുകള്, നല്ല രസമാണ് കാണാൻ, നല്ല മുഖപ്രസന്നത. തവീലൽ അൻഫി, മൂക്ക് നീണ്ട വ്യക്തിയാണ്. കസീറൽ ഇബാദ, ധാരാളം അല്ലാഹുവിനെ സ്മരിക്കുന്ന, ഇബാദത്ത് എടുക്കുന്ന വ്യക്തിയാണ് മഹാനായ യഹ്യാ. ഇത്ര സുന്ദരനായ ഈ കുട്ടനെ കിട്ടാൻ വേണ്ടിട്ട് ഒരു പെണ്ണ് പണിതു. ഹായ് അടിച്ചു നോക്കി, തിരിച്ചു ഒന്നും ഒരു റിപ്ലൈ ഇല്ല. ഹായിൽ ഒരു റിപ്ലൈ ഇല്ല. ലെഫ്റ്റ് അടിച്ചു പോയി, അത് ബ്ലോക്ക് ആക്കി വെച്ചു. അപ്പൊ രക്ഷയില്ലാതെ വന്നപ്പോ അവസാനം ഒരു രാജാവിന് വേണ്ടി ഈ പെണ്ണിനെ സമർപ്പിച്ചപ്പോ രാജാവ് പറഞ്ഞു, നിന്റെ മുന്നിൽ ഞാൻ വരാം, പക്ഷെ എന്റെ ഒരു ആഗ്രഹം നീ നിറവേറ്റി തരണം. എന്താ നിന്റെ ആഗ്രഹം? ഒരു ചങ്ങാതി ഉണ്ട്, ഒരു അടിപൊളി ഒരു ചെറുക്കനുണ്ട്, അവനെ ഒന്ന് എന്റെ മുന്നിൽ കൊണ്ട് തരണം. കൊണ്ടുവന്നു യഹ്യാ നബിയെ. ഈ പെണ്ണിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. നടക്കൂല സംഭവം, പറഞ്ഞു കൊന്നോളി പറഞ്ഞു, തട്ടിക്കോളാൻ പറഞ്ഞു.
അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, രാജാവെ, നിന്റെ ഇംഗിതത്വത്തിന് ഞാൻ വഴങ്ങണമെങ്കിൽ ഇവന്റെ തല അറുത്തു മാറ്റണം. അങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് തല അറുത്തു മാറ്റി. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷഹീദായി. പെണ്ണിനെ കുറിച്ച് വലാ ഹാഖത്ത് ഫീ സദ്രിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ അഹദിൻ മിൻ വൽദി ആദമ ഇല്ലാ ذا خطيئة أو هم بخطيئة إلا يحيى بن زكريا. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളിൽപ്പെട്ടവർ ആരെല്ലാം ഉണ്ടോ അവർ ഒന്നുകിൽ തെറ്റ് ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിനെ കുറിച്ച് ചിന്തിച്ചവരായിരിക്കാം. ഇല്ലാ യഹ്യ ഇബ്ന സക്കരിയ, സക്കരിയ നബിയുടെ പുന്നാര മകൻ യഹ്യ നബി ഒഴികെ. വമാ ലം യഹുമ്മഹാ വലം യഅമൽ ബിഖതിയ. ഒരു പെണ്ണിനെ കുറിച്ച് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിക്കുക പോലുമില്ല. യഹ്യാ നബി ഒരു അശ്ലീല ചുവയുള്ള ഭാഷണങ്ങളോ സംസാരങ്ങളോ പ്രവൃത്തികളോ യഹ്യാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സംഭവിച്ചിട്ടേ ഇല്ല. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാവരും പാപികളായിട്ടായിരിക്കും പറയുക, യഹ്യാ നബി ഒഴിച്ച്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പെണ്ണിനെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉസ്താദന്മാരാണ് ആലോചിക്കുക, നമുക്ക് തൗബ ചെയ്യാൻ അവസരം ഉണ്ടല്ലോ, നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് തൗബ ചെയ്യാം. നമ്മൾ ചിന്ത ചെയ്യും, നമ്മൾ ആഗ്രഹം എല്ലാവരും ഒരു തൗബ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്തു പോവുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വകാന തഖിയ. നല്ല സൂക്ഷ്മശാലിയായിരുന്നു യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. യഹ്യാ നബി അല്ലാഹു സംരക്ഷിച്ചു. ഒരിക്കൽ ഇന്ന ഈസാ വയഹ്യാ ഇൽതഖയാ, ഒരിക്കൽ ഈസാ നബിയും യഹ്യാ നബിയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഫഖാല യഹ്യാ ലീസാ, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാ, ഇസ്തഗ്ഫിർനീ വഅൻത ഖൈറും മിന്നീ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാമോ? ആലോചിച്ചത് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബിയോട് പറയുകയാണ്, ഈസാ, എനിക്ക് വേണ്ടി നീ അല്ലാഹുവിനോട് പാപമോചനം തേടണേ, എന്നെക്കാൾ നീ ശ്രേഷ്ഠനാണ്. വഖാല ഈസാ അലൈഹിസ്സലാം, ഈസാ ഇബ്നു മറിയം പറയുകയാണ്, അല്ല അല്ല, ബൽ അൻത ഖൈറും മിന്നീ, എന്നെക്കാൾ ശ്രേഷ്ഠനും ഉത്കൃഷ്ടനും നീയാ. കാരണം സലിമല്ലാഹു അലൈക വസലിംതു അന അലാ നഫ്സി, അല്ലാഹു നിന്നെ സലാമത്തിലാക്കി. സലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ജനിച്ച സമയം മുതൽ ജീവിച്ച സമയം അത്രയും മരിക്കുന്നത് വരെയും അല്ലാഹു നിന്നെ സംരക്ഷിച്ചു എന്ന്. അല്ലാഹു പോലും പറഞ്ഞുവെങ്കിൽ എന്നെക്കാൾ ശ്രേഷ്ഠൻ അർഹൻ നീയാ, അതുകൊണ്ട് നീ തന്നെ ദുആ ചെയ്തോ എന്ന് പ്രാർത്ഥിച്ചു. എന്നെക്കാൾ ശ്രേഷ്ഠതയാ. ഈസാ ഇബ്നു മറിയം പറയാണ്, ഈസാ ഇബ്നു മറിയം ജീവിച്ചിരിക്കുന്ന ആളാണ്. ആ ഈസാ ഇബ്നു മറിയം പറയാണ്, എന്നെക്കാൾ ശ്രേഷ്ഠൻ യഹ്യാ നീയാണ്. എന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും നീ ചിന്തിക്കാത്തവനാണ്, നീയാണ് എന്നെക്കാൾ ശ്രേഷ്ഠൻ, എനിക്കൊണ്ട് നീ ദുആ ചെയ്യും. എനിക്കോ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ? ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ വലിയ യോദ്ധാവ്, ഭയങ്കര യുവാവാണ്. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. ഒരു യുവാവിനെ കുറിച്ചുള്ള ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് ഒന്നുമല്ല, ഇഷ്ടം പോലെ. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ചെറുപ്പക്കാരന്റെ ആ മനോധൈര്യത്തെയും അവന്റെ ജീവിതത്തിന്റെ നിഷ്ഠയെ കുറിച്ച് പറയുമ്പോൾ പറയുകയാ, ലാ യംബഗി ലിഅഹദിൻ മിന്നാ അൻ യഖൂല അന ഖൈറുൻ മിൻ യഹ്യാ ഇബ്നു സക്കരിയ.
ഈ ദുനിയാവിൽ ഒരാൾക്ക് പോലും പറയാൻ അവകാശമില്ല ഞാൻ യഹ്യ ഇബ്നു സക്കരിയ നബിയുടെ മകനായ യഹ്യയേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് ഈ ഭൂലോകത്ത് ഒരാൾക്കും പറയാൻ അവകാശമില്ല എന്ന് കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് പറയാൻ അവകാശമില്ല, ഈ ലോകത്തൊരാൾക്ക് പറയാൻ അവകാശമില്ല, യഹ്യയ്ക്കല്ലാതെ കൊണ്ട് ഒരാൾക്കും പറയാൻ അവകാശമില്ല. ചെറുപ്പക്കാരുടെ നേതാക്കളാരാ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവിടുത്തെ മുത്തായ നാവ് കൊണ്ടുള്ള പ്രഭാഷണമാ, ഏ സ്വഹാബത്തേ, അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ഹസനും ഹുസൈനും നാളെ സ്വർഗത്തിലെ നേതാക്കളാണ്, യുവാക്കളുടെ നേതാക്കളാണ്. പക്ഷേ ഇല്ല ഇബ്നുൽ ഖാലാ യഹ്യ ഇബ്നു സക്കരിയ وعيسى بن مريم او كما قال رسول الله. എന്റെ പേരമക്കളായ ഹസനും ഹുസൈനും സ്വർഗത്തിലെ യുവാക്കളുടെ മുൻനിരയിലാണ്, അവരുടെ നേതാക്കളാണ്. പക്ഷേ അവരെക്കാൾ എന്റെ മാതൃ സഹോദരിയുടെ മക്കളായ രണ്ടുപേരുണ്ട് കേട്ടോ, അവരെക്കാൾ ശ്രേഷ്ഠത ഹസനോ ഹുസൈനോ ഇല്ല. അത് ഒന്ന് സക്കരിയായുടെ മകൻ യഹ്യയാ, രണ്ട് മറിയമിന്റെ മകൻ ഈസയാൻ. ഈ രണ്ട് ചെറുപ്പക്കാർക്കാണ് ഹസൻ ഹുസൈനേക്കാൾ സ്ഥാനം. എന്താ മറിയം? പെണ്ണുങ്ങളെ, സഹോദരിമാരെ, ആധുനിക യുഗത്തിലെ യുവാവ്, അടുത്ത യുവതി, അടുത്ത യുവതിയെ കുറിച്ച് അത് ഖുർആനിൽ പരിചയപ്പെടുത്തല്ലേ. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഗ്രാമത്തിൽ നിന്ന്, തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇതാ ഒരു കിഴക്കൻ മേഖലയിൽ താമസിക്കുകയാണ്, ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. അവൾ ഒരു പെണ്ണായതിന്റെ പേരിൽ, അവൾ ഒരു യുവതിയായതിന്റെ പേരിൽ അവൾ സംരക്ഷണ വലയം തീർക്കുകയാ. ആരും അവളെ ആക്രമിക്കാതിരിക്കാൻ, അവളെ ആരും വേദനിപ്പിക്കാതിരിക്കാൻ, അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ അവളൊരു മറ തന്നെ സ്ഥാപിക്കുകയാ. ആ മറയ്ക്കുള്ളിൽ മഹദിയായ മറിയം അലൈഹിസ്സലാം ഒറ്റയ്ക്കിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ യുവതിയായ പെണ്ണിലേക്ക് അല്ലാഹു തആല അയക്കുകയാ. ഫതമസ്സല ലഹാ ബശറൻ സവിയാ. ഒരു ചെറുപ്പക്കാരനായ യുവാവിനെ പോലെ, ഒരു യുവ കോമളനെ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഇതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുമ്പോ ഈ മഹദിയായ പെണ്ണ് കാണുകയാണ്. ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്ന് ദുആ ചെയ്യുകയാണ്, ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുന്ത തഖിയാ. എന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാ. ചെറുപ്പക്കാരാ, യുവാവേ, എന്നിൽ നിന്ന് വിട്ടുപോകണമേ, എന്നിൽ നിന്ന് നീ മടങ്ങി പോകണമേ. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ ഞാൻ എന്റെ റബ്ബിനോട് നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അടുത്ത് വന്നു. മഹദിയായ മറിയം അലൈഹിസ്സലാം ഒറ്റയ്ക്ക് താമസിച്ചപ്പോ അടുത്ത് വന്നപ്പോ മഹദിയ പെണ്ണ് പറഞ്ഞെന്താ, വണ്ടി വിട്ടോ, എന്റെ അടുത്തൊന്നും നിൽക്കരുത്, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഒറ്റയ്ക്ക് നമ്മൾ താമസിക്കുകയാണെങ്കിൽ എവിടെ സ്ഥലം, എന്താ പേര്, വാട്സാപ്പ് നമ്പർ ഉണ്ടോ, ഫേസ്ബുക്ക് ഉണ്ടോ, അക്കൗണ്ട് നമ്പർ എത്ര, നമ്മൾ ചോദിക്കുന്നതാണ്. ഒറ്റയ്ക്ക് ഒരു പെണ്ണ് നിന്നപ്പോ കണ്ടോ, ഒരു ചെറുപ്പക്കാരനായിട്ട് അല്ലാഹു ജിബ്രീലിനെ അയച്ചു. ജിബ്രീൽ അയച്ചു. അടുത്ത് നിന്നപ്പോ മെല്ലെ അടുത്തടുത്ത് കൂടിയപ്പോ പെണ്ണ് ഓടാണ്.
ഇൻകൊന്ത തഖിയ, നീ അള്ളാഹെ സൂക്ഷിക്കുന്ന വണ്ടി വിട്ടു പോ, എന്റെ അടുക്കൽ നിൽക്കല്ലേ, പോ. ഓടിച്ചുവിടാൻ നമ്മുടെ പെണ്ണുങ്ങൾ തയ്യാറുണ്ടോ? നമ്മൾ തയ്യാറാകും. ഓടിച്ചു വിട്ടാത്ത 2-3 പ്രാവശ്യം ഓടിച്ചുവിടുള്ളൂ. പിന്നെ ശല്യം കാരണമായിട്ട് പിന്നെ അവസാനം 2-3 പ്രാവശ്യം ഒക്കെ ബഹളം വയ്ക്കും. പിന്നെ വീണ്ടും ഇവൻ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ശല്യം. നിനക്ക് ഇപ്പൊ എന്താ ആവശ്യമുള്ളത്? എനിക്ക് എന്റെ നമ്പർ മതി. നമ്പരൊന്നുമില്ല, അപ്പൊ എന്റെ പാട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ട് കിട്ടും. നമ്പരൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആ നമ്പർ ഉറപ്പായിട്ട്. അതാണ് എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞ പാവം കഷ്ടം. ഒടിഞ്ഞ ഒരു സാധനത്തിന് വളച്ചുണ്ടാക്കിയ സാധനമാണ്. ഈ വളഞ്ഞല്ല ഏത് സമയത്ത് ഇവിടെ വളച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോട് പറഞ്ഞത്, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ, ഒരു പെണ്ണിനോട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഒരു പെണ്ണുമായി ഒറ്റയ്ക്ക് നിങ്ങൾ സഹകരിക്കരുത്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, ഈ മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് പറയട്ടെ, ഇല്ലാ വതാലിദുഹുമ ശൈത്താൻ, മൂന്നാമനായി അവിടെ പിശാചെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, വലാ തസ്കുനൂഹുന്ന ഇലൽ ഗുറഫ്, പെണ്ണിനെ വീടിന്റെ മുകളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുത്. വലാ തുഅല്ലിമൂഹുന്ന അൽ കിതാബ, ആവശ്യമില്ലാത്ത വിദ്യാഭ്യാസം നിങ്ങൾ പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കരുത്. വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ ഈ സ്ത്രീകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമേ. ഈ സ്ത്രീകൾക്ക് നിങ്ങൾ തൊഴിൽ പഠിപ്പിക്കണമേ. അതേത് തൊഴിലാണ്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, നിങ്ങൾ നെയ്ത്ത് പഠിപ്പിക്കണേ, തയ്യൽ പരിശീലിപ്പിക്കണമേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരുപാട് ദീർഘവീക്ഷണങ്ങളുണ്ട്. സ്ത്രീകളോട് തയ്ക്കാൻ പഠിപ്പിച്ചു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അവരെ വീടിന്റെ മുകളിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു. താഴെ വാപ്പായും ഉമ്മായും ഒക്കെ കിടന്നുറങ്ങും. പെണ്ണ് മാടിയിലെ വീടിന്റെ മുകളിൽ മട്ടുപ്പാവൽ ഒറ്റയ്ക്ക് താമസിക്കും. അവൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്, ആരുമായിട്ടൊക്കെയാ ചാറ്റ് ചെയ്യുന്നത്, ആരും അറിയുന്നില്ലല്ലോ. പുറത്തിരിക്കുന്ന ഏണി ചിലപ്പോൾ ധൃതി പിടിച്ചിട്ട് ഇവ ഇറങ്ങി പോകുമ്പോ എടുക്കാൻ മറന്നു പോകും. അപ്പോഴായിരിക്കും വാപ്പ പോകുമ്പോ സുബഹിക്ക് പോകുമ്പോൾ ഒരു ഏണി ഇരിക്കുന്നില്ല. ഇന്നലെ വയറിങ്ങന്മാരൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെന്താ ഏണി ഇവിടെ വരാൻ കാരണം? മറ്റോ ഇറങ്ങി പോയപ്പോ എടുക്കാൻ മറന്നുപോയി, പെട്ടെന്ന് ധൃതി പിടിച്ച് ഓടിപ്പോയതാ സംഭവം. ചിന്തിക്കണം. പരിസരത്ത്, വീടിന്റെ പരിസരത്തേക്കുന്ന ചെറിയ കമുങ്ങ് പ്ലാവ് ഒക്കെ മുറിച്ചു കളഞ്ഞാല് അതിനകത്തൂടെ സാധനം കയറാൻ സാധ്യതയുണ്ട്. വൈറസ് കയറും. വീടിന്റെ പരിസരമൊക്കെ സൂക്ഷിച്ചോ. മുകളിൽ താമസിക്കുന്നത് എവിടെ താമസിക്കുന്നറിയാം. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു. എപ്പോഴും ഒരു വീടിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന മൊബൈൽ നോക്കിക്കൊണ്ടേയിരിക്കും. ഏത് സമയത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു പെണ്ണ് മുകളിൽ നിന്നോട് താഴോട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. ഇവനെ നോക്കി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഈ പെണ്ണ് പോയി പറഞ്ഞു, എനിക്ക് അവനെ മതി, കല്യാണം ആലോചിച്ചു തരാൻ പറഞ്ഞു. അവസാനം പോയി കല്യാണം ആലോചിച്ചു. അവൻ പറഞ്ഞു, നീ എപ്പോഴും ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നല്ലോ. നോക്കിക്കല്ല, ഞാനല്ല, ഇവിടെ വൈഫൈ ഉണ്ട് ഫ്രീ ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ പെണ്ണിനെ കാണാൻ വന്നതല്ല. വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ വൈഫിനെയും ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് എന്റെ അർത്ഥം. അതാണ് വൈഫൈ എന്ന് പറഞ്ഞാൽ വൈഫൈ, അതല്ല എന്റെ അർത്ഥം. സംഭവം നമ്മള് വൈഫിനെ കെട്ടിയിട്ടിട്ട് ദുബായിൽ പോയിട്ട് വൈഫൈ ആയിട്ട് ചാറ്റ് ചെയ്തോണ്ടേയിരിക്കും സംഭവം. ഇവിടെ ആളുകൾ ഈ വൈഫുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടേയിരിക്കും സംഭവം.